ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രഞ്ചി സ്വീറ്റ് ബ്രെഡ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീൻ മിൽക്ക് മേഡ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാം പിന്നെ കുറച്ച് ഫിഗ്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബ്രെഡിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ബ്രെഡ് എടുത്ത് 4 പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഒരു പീസ് ബ്രെഡ് എടുത്ത് മിൽക്ക് മേഡിലേക്ക് ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും മിൽക്ക് മേഡിൽ ഡിപ്പ് ചെയ്ത് ട്രേയിൽ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും മിൽക്ക് മേഡിൽ ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ബദാം എടുത്തിട്ട് അത് ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത കാഷ്യൂവും ഫിഗും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഈ 3 ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഈ ബ്രെഡിന് മുകളിൽ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഇത് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറിന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്നും എടുത്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി സ്വീറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.